ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോയിൽ ആൻറ്റി സ്പോർട്സിൻ്റെ MK1000 എന്നുള്ള കീബോർഡിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓട്ടോമസ് എന്ന് പറയുന്നത് ബ്ലൂ സ്വിച്ചസ് ആണ്. ചെറിയ MX ബ്ലൂവിൻ്റെ ഒരു ക്ലോൺ കമ്പനിയാണ് ഈ ഓട്ടോമസ്. അപ്പോൾ കീബോർഡിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് കുറേ കീ ഫീച്ചേഴ്സും ബാക്കി അതിൻ്റെ ഫങ്ഷൻസും എല്ലാം തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് എന്തൊക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടുമെന്ന് നോക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പേപ്പർ വർക്കാണ് കാണുന്നത്. അതിനോടൊപ്പം തന്നെ വേൾഡ് ഓഫ് വാർഷിപ്പിൻ്റെ ഒരു 500 രൂപയുടെ കോഡും കാണാം. നോർമലായിട്ടുള്ള ഒരു വാറൻറ്റി കാർഡാണിത്. അതിനോടൊപ്പം തന്നെ ഫീച്ചേഴ്സും ഇതിലുണ്ട്. പിന്നെ ഒരു വെൽക്കം കാർഡാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാക്കിങ്ങിലാണ് കീബോർഡ് വരുന്നത്. ഇതിൽ വന്നിരിക്കുന്ന നല്ല തിക്കായിട്ടുള്ള ബ്രേഡഡ് കേബിളാണ്. അതിനോട് തന്നെ USB കണക്ടർ ഗോൾഡ് പ്ലേറ്റഡുമാണ്. ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സൗണ്ട് ടെസ്റ്റ് ആണിത്. നല്ല റെസ്പോൺസീവും നല്ല ക്ലിക്കിയുമായിട്ടുള്ള സ്വിച്ചസ് ആണ്. ബാക്കിലായിട്ട് നമുക്ക് 4 റബ്ബർ പാഡിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിനോട് തന്നെ 2 ഹൈറ്റ് അഡ്ജസ്റ്റിംഗ് സ്റ്റാൻഡ് നൽകിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയൊരു പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റാൻഡിൽ റബ്ബർ പാഡിങ് തന്നിട്ടില്ല. അതുകൊണ്ട് കീബോർഡ് നീങ്ങത്തൊന്നുമില്ല. താഴത്തെ 2 റബ്ബർ പാഡ് തന്നെ ധാരാളമാണ്. അടുത്തായിട്ട് കീബോർഡ് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് ഡിഫോൾട്ടായിട്ട് വരുന്ന RGB അനിമേഷൻ. ക്യാപ്സ് ലോക്കും സ്ക്രോൾ ലോക്കും ഓഫാണ്. നമുക്ക് ഓൺ ആക്കുന്ന അനുസരിച്ച് അതിൽ RGB ലൈറ്റ് കത്തുന്നതായിരിക്കും. സ്റ്റാർട്ട് ബട്ടൺ നമുക്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഫംഗ്ഷൻ പ്ലസ് F1 അടിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടൺ ലോക്ക് ആവുന്നതാണ്. പക്ഷെ ഞാൻ എത്ര ശ്രമിച്ചിട്ടും സ്റ്റാർട്ട് ബട്ടണിൽ ആ ഒരു RGB ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഓട്ടോമസ് ബ്ലൂ കീ സ്വിച്ചസ്. ഇത് നമ്മൾ ചെറിയ MXന് സിമിലർ ആയിട്ടുള്ള സ്വിച്ചസ് ആണ്. കീസ് നമുക്ക് ഈസി ആയിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. ഇതിനോടുകൂടി തന്നെ നമുക്ക് കീ റിമൂവിങ് ടൂളോ ഒന്നും നൽകിയിട്ടില്ല. തിരിച്ച് ഫിക്സ് ചെയ്യാനും സിമ്പിളായിട്ട് അത് ഫിക്സ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് സുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ കീസ് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. കാരണം ഈ കീസിൻ്റെ ബോട്ടം സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് റേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏത് പൊസിഷനിലാണ് ആ കീ പ്ലേസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. അടുത്തതായിട്ട് ഈ കീബോർഡിൻ്റെ RGB മോഡ്സ് ടെസ്റ്റ് ചെയ്യാം. ഫംഗ്ഷൻ +1 അടിക്കുമ്പോൾ WASD കീയും ഡയറക്ഷൻ കീയും മാത്രം ബാക്ക്ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡാണിത്. ഫംഗ്ഷൻ കീ +2 അടിക്കുന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഒരു ഗെയിമിംഗ് മോഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന കീസ്, അതായത് നമ്മുടെ ഗെയിമിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്ന കീസ് എല്ലാം ബാക്ക്ലൈറ്റ് ആയിട്ടാണ് വരുന്നത്. ഫംഗ്ഷൻ +3 അടിക്കുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ കീസ് ബാക്ക്ലൈറ്റ് ആവുന്നുണ്ട്. ഫംഗ്ഷൻ +4 അടിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കീസ് മാറുന്നുണ്ട്. അതേ കണക്ക് തന്നെ ഫംഗ്ഷൻ +5 അടിക്കുമ്പോഴും ഓരോ കീസ് മാറുന്നുണ്ട്. അപ്പോൾ ഈ മോഡ്സ് അല്ലാതെ വേറെ മോഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. ഫംഗ്ഷൻ കീ +ഇൻസേർട്ട് അടിക്കുമ്പോൾ നമുക്ക് ഓരോ ടൈപ്പിലുള്ള RGB മോഡുകൾ വരുന്നതാണ്. അപ്പോൾ ഇത് വേണമെങ്കിൽ ഗോസ്റ്റിംഗ് എന്ന് പറയാം. നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന കീസ് ബാക്ക്ലൈറ്റ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് കുറച്ചൊരു 1 സെക്കൻഡ് ഡിലേ ആണ് അതിൽ വരുന്നത്. അപ്പോൾ ഇത് ബ്രീത്തിങ് മോഡാണ്. ഇങ്ങനെയുള്ള എല്ലാ മോഡുകൾക്കും നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഫംഗ്ഷൻ +ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം.
ഇത് അവസാനത്തെ മോഡാണ്. നമ്മൾ നോർമലി കീബോർഡ് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള ഒരു RGB കോൺഫിഗറേഷനാണിത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. താങ്ക്